വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച FCTOയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാർ ചിറ്റൂരിൽ സായാഹ്ന സദസ്സ് നടത്തി. UDF സർക്കാരിന്റെ ധവളപത്രവും ബജറ്റ് നിർദ്ദേശങ്ങളും തള്ളിക്കളയുക, കേരളം നേടിയ നേട്ടങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന സദസ്സ് നടന്നത്. അണിക്കോട് ജംഗ്ഷനിൽ KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA അരുൺകുമാർ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും ലെൻസും കൂടി കൊടുക്കണം യാത്ര ചെയ്യുന്ന വനിതകൾക്ക്. കാരണം ഇത് പ്രിയദർശിനി ബസ്സാണോ എന്ന് അറിയാൻ പാടില്ല, അറിയാൻ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ചെറിയ ഫോട്ടോസ്റ്റാറ്റ് DTP എടുത്തൊരു ചെറിയ സാധനം ഗ്ലാസ്സിൽ ഒട്ടിച്ചിരിക്കാം. സൂക്ഷിച്ചു നോക്കിയാലേ ദൂരെ നിന്ന് വരുന്ന പ്രിയദർശിനി ആണോ എന്ന് അറിയാം. പ്രിയദർശിനി ആണെന്ന് കണ്ട് ആരും കയറരുത്, അതാണ് ആവശ്യം. അപ്പൊ ഏതൊക്കെ രീതിയിൽ സിറ്റി സർവീസിന്റെ കാര്യം മാഷ് പറഞ്ഞു. ഈ രീതിയിൽ കുറെ ഗിമ്മിക്സ് ആണ് നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നതും അത് തന്നെയാണ്. ഇതുവരെ നമ്മളൊക്കെ എല്ലാം സുഗമമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോയൊരു 10 വർഷമായിരുന്നു. നമുക്ക് നമ്മുടെ ജോലി സംരക്ഷണത്തെ കുറിച്ചോ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചോ നമ്മുടെ വേതനത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല. കാരണം ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭരണകൂടം എന്ന നിലയിൽ നമ്മളെ ചേർത്ത് പിടിക്കുമെന്ന് തെളിയിച്ച കാലങ്ങളായിരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ച പ്രളയവും നിപ്പയും ഓക്കിയും ഒക്കെ വന്നപ്പോ മൊത്തം ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു മുഖ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയോ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളോ ഒരുമാതിരി എല്ലാവരെയും ചിരിപ്പിക്കുന്നതും കയ്യിലെടുക്കുന്നതുമായിരുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹം ഒന്നുമല്ല എന്ന് വിലയിരുത്തുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. KGOA ഏരിയ സെക്രട്ടറി സുമേഷ് അധ്യക്ഷനായി. യോഗത്തിൽ NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം വിജയകുമാരൻ സ്വാഗതവും KSTA സബ് ജില്ലാ സെക്രട്ടറി ജയകുമാർ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.